Move back. Bye, Dee. Bye, darling. അതെടി, നാളെ നിഷയുടെ ബർത്ത്ഡേ. നാളെ എന്തായാലും നമുക്ക് അടിച്ചു പൊളിക്കാൻ കേട്ടോ. എന്റെ പേര് ജെനി. ഞങ്ങളെല്ലാവരും ഒന്നിച്ചു പഠിച്ചവരല്ല, വേറെ വേറെ സ്ഥലത്ത് നിന്നും ഇങ്ങോട്ടേക്ക് ജോലിക്ക് വേണ്ടി വന്നതാ. ഞങ്ങൾ തമ്മിൽ ഒരിക്കലും ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. രാവിലെ തുടങ്ങിയോ? നിന്റെ ആളിനെ കണ്ടായിരുന്നോ? ജസ്റ്റ് മിസ്. നീ ദിവസം അവനെ ടാറ്റ കാണിക്കുന്നുണ്ട്, പക്ഷെ എന്ന് അവൻ ടാറ്റ തിരിച്ചു കാണിക്കുന്ന അറിയില്ല. എനിക്ക് ടാറ്റ കാണിക്കുന്നൊക്കെ നിക്കട്ടെ, നിനക്ക് വേണ്ടി താഴെ ഒരു ഫിനാൻഷ്യർ വെയിറ്റ് ചെയ്തോണ്ടിരിക്കാം. ആദ്യം അത് പോയി നോക്ക്. എന്താന്ന്? ഫൈനാൻഷ്യറോ? യാ. അതാരായിരിക്കും? ഈ ലൂസിനെ കൊണ്ട് വയ്യ. എന്തു വേണം? പുതിയ പടം കോപ്പി ചെയ്തുകൊണ്ട് വന്നിരിക്കുക. ഏത് പടം? ഇരുട്ട് മുറിയിൽ ഇടിമുഴക്കം. ഒന്നിച്ച് കണ്ടാലോ? വാ. നിന്നെ ഞാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, എനിക്ക് ജോലിക്ക് പോകാൻ സമയമായി. ഞാൻ പോയില്ലെങ്കിൽ ആ വൃത്തികെട്ടവൻ എന്നെ കൊല്ലും. ബൈ. ചേട്ടാ, ഒന്ന് വണ്ടി ഒന്ന് നിർത്തൂ. ശരി മാഡം. ഇന്നത്തെ കളിച്ചോണ്ടിരുന്ന ഇറങ്ങേണ്ട സ്ഥലം മിസ്സേ. ഇതാ, താങ്ക്സ്. എന്റെ നിത്യാനന്ദ സ്വാമി, ഒരൊറ്റ രാത്രി കൊണ്ട് എനിക്കും വലിയവനാകണം. ഇവിടെയുള്ള വസ്തുക്കളെല്ലാം വിറ്റ് ജീവിതത്തിൽ സെറ്റിൽ ആവണം. അതിനവിടെ എന്നെ അനുഗ്രഹിക്കണം. അനുഗ്രഹിക്കൂലേ? എനിക്കിട്ട് തന്നെ ആപ്പ് വയ്ക്കുകയാണോ? നമസ്കാരം. വന്നാട്ടെ നമസ്കാരം സാറേ. ഞങ്ങൾക്ക് കൈലാസത്തില് ഒരു ലാൻഡ് വാങ്ങണം. തീർച്ചയായും വാങ്ങാം. അത് വാങ്ങിത്തരാനല്ലേ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. എത്ര ഏക്കറാ വേണ്ടത്? 1 ഏക്കർ വേണം. 1 ഏക്കറിന് 10 ലക്ഷം രൂപയാകും. 1 ലക്ഷം രൂപ അഡ്വാൻസും കൊടുക്കും. 1 ലക്ഷം. സാർ, ഒരു സാമ്പിളെങ്കിലും കാണിക്കാൻ പറ്റുമോ? സാമ്പിൾ? ഒരു മിനിറ്റ് പ്രിയ.
പ്രിയയോ? പറയണം സർ, എന്താ വേണ്ടേ? ഇവർക്ക് രണ്ടുപേർക്കും 2 ജ്യൂസ് എടുത്തോണ്ട് വാ. ഹോട്ട് വേണോ, കൂള് വേണോ? നീ എന്ത് തന്നാലും എനിക്ക് ഓക്കെയാ. ഞാൻ പോയിട്ട് കൊണ്ടുവരാം. തന്റെ അടുത്ത് അവള് ചോദിച്ചായിരുന്നോ? അളിയാ, ഈ കൈലാസം തന്നെ ഇങ്ങനെയാണെങ്കിൽ അപ്പോ ആ കൈലാസം എങ്ങനെ ഉണ്ടാവുമല്ലേ? അടിപൊളിയായിട്ടുണ്ടാവും. ഡേ ഒന്ന് പുറത്തു പോ. ഡാ, വന്ന കാര്യം എന്താന്ന് വെച്ചാ പറ. സാർ, ഞങ്ങൾക്ക് ഡബിൾ ഓക്കെയാണ് സാർ. ഇപ്പൊ തന്നെ വിസ റെഡിയാക്കിക്കോളൂ സാർ. എന്താ പറഞ്ഞ? വിസയോ? അതെ, ഞങ്ങള് കൈലാസത്തിലേക്ക് പോവണ്ടേ? ദാ ഈ ഇരിക്കുന്ന കൈലാസത്തിൽ പോവാൻ എന്തിനാ വിസ? ദോ ഇരിക്കുന്ന കൈലാസം എന്നോ? സാർ, ഞങ്ങൾക്ക് ഫ്ലൈറ്റിലല്ലേ സാർ പോവേണ്ടത്? എടാ, നിങ്ങൾ ഏത് കൈലാസത്തിനെ കുറിച്ചാ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത്? നിങ്ങൾ ഏത് കൈലാസത്തിനെ കുറിച്ച് പറഞ്ഞോണ്ടിരിക്കുന്നേ? ഇടുക്കിക്കടുത്തുള്ള എന്റെ ലാൻഡ് കൈലാസത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തോന്ന്? ഇടുക്കിയോ? സാർ, നിങ്ങൾ പറയുന്നത് ആ കൈലാസമല്ലേ? ഇന്നാ പണം എടുത്തോ, പാസ്പോർട്ടും പിടിച്ചോ. ഈ കണക്കിന് പോയ ആ കൈലാസത്തിന് ഞാനാണ് ഏജന്റ് എന്ന് പറഞ്ഞ് എന്നെ പിടിച്ചകത്താക്കുമല്ലോ. പോടാ എടുത്തോണ്ട്. സാർ, ഒരു ചെറിയ റിക്വസ്റ്റ്. എന്ത് റിക്വസ്റ്റ്? ഇപ്പൊ വന്നിട്ട് പോയില്ലേ ഒരു ഫിഗർ, അതിനെ വീണ്ടും ഒന്നിങ്ങോട്ട് വരാൻ പറയാമോ? ഞാൻ കണ്ടിട്ട് പോയിക്കോളാന്നേ. രണ്ടിനും ഞാൻ തല്ലിക്കൊല്ലും. മര്യാദയ്ക്ക് ഇവിടെ പോയിക്കോ. ഇറങ്ങി പോടാ. ജ്യൂസ് ഇവിടെ വെച്ചിട്ട് പോടാ. പോടാ. സാർ വന്നോ? സാർ, ഗുഡ് മോർണിംഗ് സർ. വന്നത് തന്നെ ലേറ്റ്, അതിനൊരു ഗുഡ് മോർണിംഗ് വേറെ അല്ലേ? 6 മാസമായിട്ട് ഒരു ഫ്ലാറ്റ് പോലും നീ വിറ്റിട്ടില്ല. പോകുന്നുണ്ടോ? പോയി ജോലി ചെയ്യാൻ നോക്ക്. ഓ, മനസമാധാനത്തോടൊരു ജ്യൂസ് കുടിക്കാൻ പോലും സമ്മതിക്കില്ല. ഹലോ. ഈവനിങ് നിഷയുടെ ബർത്ത്ഡേ പാർട്ടി ഉണ്ടടി. ഓ, നീ നേരത്തെ വരണേ. ഓക്കെ, ഞാൻ വന്നേക്കാം. ഇഡിയറ്റ്. എന്തു പറ്റിയടേ? ഒന്നുമില്ല ബി, വാ പോവാം. കഴിച്ചു വയറ് നിറച്ചും കഴിച്ചോണം. ഓക്കെ അല്ലേ? കുറച്ച് കഴിക്കണം. ഇത് കഴിച്ചോ. ഇന്ന് നിന്റെ ട്രീറ്റ് അല്ലേ? എന്തായാലും ഞാൻ നന്നായിട്ട് കഴിക്കാൻ പോവാ. മാം, എനിത്തിങ്? Enough, thank you. ഓക്കെ മാഡം. അപ്പൊ ഇങ്ങതാ. എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? അല്ല അപ്പേ, പേഴ്സ് എടുക്കാൻ ഞാൻ മറന്നു പോയിന്ന് തോന്നുന്നു. എന്താടി പറയുന്നേ? നിന്നെ വിശ്വസിച്ചിട്ടല്ലേ ഞങ്ങൾ എടുക്കാതെ പോന്നേ. അയ്യോ. ഓക്കെ, നോ പ്രോബ്ലം. ഇതിനെന്തിനാ ഫീൽ ചെയ്യുന്നത്? ശരി, ബിൽ എത്രയാ വന്നത്? 3300 അടേ. ഹെലൻ, ഡെയിലി നിന്റെ പിന്നാലെ ഒരുത്തൻ കറങ്ങാറില്ലേ? അവന്റെ പേരെന്താ? ആരാടി? ഓ, അതാ വിഷ്ണു. വിഷ്ണു, ആ കോമഡി പീസിനൊന്ന് കോൾ ചെയ്ത് തരോ? എടാ വിഷ്ണു, എടാ നിനക്കൊരു കോള് വരുന്നു. അല്ല, നമ്മുടെ പപ്പിയാണല്ലോ. എന്തിനാടാ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നേ? കോൾ എടുക്കാൻ നോക്ക് നീ. കട്ട് ചെയ്തടി. വിഷ്ണു, നിന്റെ അനിയത്തിക്ക് ഫീസ് അടയ്ക്കാൻ 2000 രൂപ കുറവുണ്ടടാ. നിന്റെ അടുത്ത് ഉണ്ടെങ്കിൽ ഒന്ന് താടാ. ഒന്ന് പോമേ, മിണ്ടാതിരിക്കുന്നുണ്ടോ? ഡീസൽ അടിക്കാൻ പോലും കാശില്ലാതെ ഞാൻ അവിടെ കിടന്ന് കഷ്ടപ്പെട്ടോണ്ടിരിക്കുക. 2000 രൂപയ്ക്ക് ഞാൻ അവിടെ പോവാനാ? അച്ഛൻ വന്ന ഉടനെ തന്നെ വാങ്ങിച്ചു തരാടാ. ഒന്ന് താ മോനെ. അമ്മ ഒന്ന് പോകുന്നുണ്ടോ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്? ഹലോ. അറ്റൻഡ് ചെയ്തു. ഹലോ. പറയൂ ഹെലൻ. വിഷ്ണു, ഞാൻ ഹെലനല്ല, ഹെലന്റെ ഫ്രണ്ട് അബിയ സംസാരിക്കുന്നത്. പറഞ്ഞോ. എന്താ കാര്യം?
എനിക്കൊരു ചെറിയ സഹായം ചെയ്യാൻ പറ്റുമോ? എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പറഞ്ഞോ, ഞാൻ എന്ത് ഹെൽപ്പാ ചെയ്യേണ്ടത്? ഇന്ന് ഹെലന്റെ ബർത്ത്ഡേ ആണ്. സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഹോട്ടലിലേക്ക് വന്നതാ. വന്നതിന് ശേഷം അറിഞ്ഞത് ഞങ്ങൾ പേഴ്സ് മറന്നു വെച്ചു. അയ്യോ, സോ 4000 ജിപേ ചെയ്യാൻ പറ്റുമോ? നോ പ്രോബ്ലം. നമ്പർ മാത്രം ഇങ്ങോട്ട് അയച്ചാ മതി. ഇപ്പൊ തന്നെ അയച്ചേക്കാം. ഈ നമ്പറിലേക്ക് അയച്ചേക്കാം. ഹെലൻ നാളെ തന്നെ തിരിച്ചു തന്നേക്കും. ഓക്കെ, തിരിച്ചൊന്നും തരേണ്ട ഒരു ആവശ്യമില്ല. ഹെലനെ, ഞാൻ തരുന്ന ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിക്കോട്ടെ. താങ്ക് യു വിഷ്ണു. എന്റെ മോ സെൻഡായി. അമ്മേ, അത് പിന്നെ എന്താണ് നോക്കുന്നേ? എന്നാ ചെക്കന്മാര് ജോലി ചെയ്ത കാശ് മുഴുവൻ വീട്ടുകാർക്ക് കൊടുത്തിട്ടുള്ളത്. അവന്മാര് ശരിക്കും കഴിക്കുകയില്ല, വീട്ടിലേക്ക് മുഴുവൻ കൊടുക്കുകയില്ല. നമ്മളെ പോലുള്ള പെൺപിള്ളേര് ഷോപ്പിങ്ങിനും പബ്ബിലും ഒക്കെ വിളിച്ചു കഴിഞ്ഞാ ഉടനെ വായും തുറന്നു വെച്ച് വന്ന് ചെലവി. അപ്പൊ നമ്മളാണെങ്കിലോ എപ്പ യൂസ് ചെയ്യണോ ആ കറക്റ്റ് സമയത്ത് യൂസ് ചെയ്യണം. ഇത് പെൺപിള്ളേരെ നശിപ്പിക്കാൻ വേണ്ടി അല്ലടി, ജസ്റ്റ് ഇൻഫോർമേഷൻ. നീയാള് കൊള്ളാലോടി. സോറി മേഡം. ഒരൊറ്റ ഒന്നും വെച്ച് ഒന്നോണ്ടല്ലോ. നീ